കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്: ഒരു ഷർട്ട് വിൽക്കുമ്പോൾ വ്യാപാരിക്ക് 8% നഷ്ടമുണ്ടാകുന്നു. 960 കൂട്ടി വിറ്റാൽ 8% ലാഭത്തിലേക്ക് ആ കച്ചവടം പോകും. അങ്ങനെയെങ്കിൽ ആ ഷർട്ടിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നഷ്ടത്തിൽ കിടന്നൊരു കച്ചവടം ലാഭത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥയാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? 8% നഷ്ടം. നമ്മളെങ്ങനെ ചിന്തിക്കേണ്ടത്? 100 ഉണ്ടായിരുന്നു, 8 നഷ്ടമായി, ഇപ്പോൾ എത്രയേ ഉള്ളൂ? 92% ഉള്ള അറ്റ് പ്രസൻറ്റ് വാല്യൂ. ശരി, ഈ കച്ചവടം എന്തിലേക്ക് മാറ്റി? 8% ലാഭത്തിലേക്ക് കൊണ്ടുപോയി. 8% ലാഭം എന്ന് പറയുമ്പോൾ 100 ഉണ്ടായിരുന്നു, 8 കൂടെ വന്ന് കയറി. ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ഉണ്ടോ? 108 ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ചേഞ്ചാണ് അവിടെ നടന്നത്. 92% നിന്ന് 108% എൻ്റെ കച്ചവടം പോയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നടന്ന ഈ ട്രാൻസ്ഫോർമേഷനിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? 92 108 ആയി എന്ന് പറഞ്ഞാൽ എത്ര എൻ്റെ കുട്ടികളെ കൂടിയത്? 16% കൂടിയെന്ന് പറയാം നമുക്ക്, അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 16% കൂടാൻ എന്താ റീസൺ മറ്റൊന്നുമല്ല. ചോദ്യത്തിൽ പറയുന്നുണ്ട് 960 കൂട്ടി വിറ്റു എന്ന്. അപ്പോൾ അതല്ലേ ആ ചേഞ്ചിൻ്റെ റീസൺ. അപ്പം നമുക്ക് എഴുതി വെക്കാം, ഈ 16% ഇൻക്രിമെൻറ്റ് വരാൻ കാരണം 960 റുപ്പീസ് കൂട്ടി വിറ്റതാണ്. എന്താ കണ്ടുപിടിക്കണ്ടേ? യഥാർത്ഥ വില അല്ലെങ്കിൽ 100% എത്രന്നാ കണ്ടുപിടിക്കണ്ടേ? സിമ്പിളാണ്. എൻ്റെ കുട്ടികൾ ക്രോസ് ചെയ്യുന്നു, ആൻസർ എടുക്കുന്നു. പറഞ്ഞാട്ടെ, 100 × 960 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും, അല്ലേ? എങ്ങനെയാണ് ക്യാൻസലേഷൻ? 16 × 6 ആണ് 96 എന്ന് എൻ്റെ കുട്ടികൾക്ക് അറിയാം, അല്ലേ? ഒരു 0 ഉണ്ട് അപ്പുറത്ത്, മറക്കണ്ട. അപ്പം 0-ന് എണ്ണമൊന്നും തെറ്റിക്കല്ലേ. അപ്പോൾ ഒരു 6 മാത്രം മുകളിൽ വന്ന്, പിന്നെ എത്ര 0 ഉണ്ട്? 1 2 3 0. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാ? 6000 രൂപയായിരുന്നു അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.